നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, കുബുദ്ധിജീവികളുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ നേതാവെന്ന് പറയുമ്പോൾ കുബുദ്ധികളുടെ ഏറ്റവും കൂമ്പാരമാണ്. ആ നേതാവെന്ന് പറഞ്ഞാൽ നേതാവാണ് എന്ന് തന്നെയാണ് വയ്പ്. ദാവൂദ്, നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനും കൂടിയാണ്. ഞാൻ നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, മാധ്യമ പ്രവർത്തകരിൽ കൂടെയാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ പല വിവരങ്ങളും അറിയുന്നത്. ഇതെല്ലാമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇപ്പൊ ഒരുവിധമുള്ള ആൾക്കാരെല്ലാം നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ പോലും അതൊരു ചെറിയ ശതമാനമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ദേശാഭിമാനി വായിച്ചിട്ട് അതെല്ലാം തെറ്റോ ശരിയോ എന്ന് വിലയിരുത്താനുള്ള ബുദ്ധിയുള്ളവർ ആ സംഘടനയ്ക്ക് പുറത്തുള്ളവർക്കുണ്ട്. പക്ഷെ അതിനുള്ളിൽ നിൽക്കുന്നവർ എപ്പോഴും അത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നവരാണ്. വ്യക്തമായി പകൽ പോലെ വെളിച്ചമായ പല സത്യങ്ങൾ പോലും അതിൽ വളച്ചൊടിച്ച് എഴുതപ്പെടുമ്പോൾ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ആ മാധ്യമത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ പലരും. കാരണം അത് ഓരോ ചാനലും ഓരോരുത്തരുടെ അഡിക്ഷനാണ്. അതുപോലെ അതിനെ മാത്രം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഈ പറയുന്നതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കും. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, മാധ്യമ പ്രവർത്തകർക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു സാധനമുണ്ട്. അവരൊരു കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അതൊരിക്കലും ആ സമൂഹത്തിന് ഒരു ദോഷകരമായ ഒരു കാര്യം ലീഡ് ചെയ്യരുത്. ഇപ്പോ ഞാൻ ഇത് പറഞ്ഞത്, ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ ഗാന്ധി ഒരു വോട്ടർ പട്ടികയിലെ വ്യാജ ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. കള്ള വോട്ടുകൾ ആരോപണമായി അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരുപാട് തെളിവുകളെല്ലാം അദ്ദേഹം നിരത്തുന്നുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് കോടതിയിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ തെളിവുകൾ ഒരുപാടുണ്ട്, ഇതിലെല്ലാം പറയുന്ന എല്ലാം സത്യമാണ് എന്ന് പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോ ദാവൂദിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ രാജ്യം കത്തുന്നില്ല, ഈ രാജ്യം എന്തുകൊണ്ട് കലാപം ഉണ്ടാകുന്നില്ല, ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മരിച്ചുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിഷമം. അപ്പൊ ശരിക്കും ഇദ്ദേഹം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയെ ഇങ്ങനെ ചിന്ന ഭിന്നമാക്കുക എന്നുള്ളതാണ് ഇത്തരം ചില തീവ്ര നിലപാടുള്ള സംഘടനകളുടെ ആഗ്രഹം എന്ന് പറയാറുണ്ട്. അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതല്ലേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ? തീർച്ചയായിട്ടും. പണ്ട് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ സംഭവം ഉണ്ടായിരുന്നു. അതായത് പാഠപുസ്തകത്തിൽ ഇത്തരത്തിലൊരു ഒരു വാചകം ഉണ്ടായി, ചോദ്യപേപ്പറിൽ ഒരു വാചകം ഉണ്ടായി എന്നുള്ള നിലയിലാണ് ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനായിട്ടുള്ള ജോസഫ് മാഷിന്റെ കൈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വെട്ടുന്നത്. NDF-കാർ ആ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൈവെട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ അടക്കം നേതൃത്വത്തിൽ വലിയ വർഗീയ വിരുദ്ധ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ മുസ്ലിം ലീഗ് എല്ലാ ഈ മുസ്ലിം സമുദായത്തിലെ മതവിശ്വാസികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വർഗീയതക്കെതിരായിക്കൊണ്ട് കോട്ടക്കലിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ആ സമയത്ത് ആ സമ്മേളനത്തിലേക്ക് വിളിക്കാതിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയുമാണ്, ഇവരുടെ മറ്റ് സംഘടനകളെയും. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ദാവൂദ് അന്ന് പറഞ്ഞത് വർഗീയതക്കെതിരെ, അതായത് തീവ്രവാദത്തിനെതിരായ കോട്ടക്കൽ കഷായം എന്നാണ് എന്തിനാ വിളിച്ചത്, അന്ന് മുസ്ലിം ലീഗിന്റെ പരിപാടിയെ ദാവൂദ് വിളിച്ചത്. അതായത് കേരളത്തിൽ നടന്ന ഏറ്റവും ദാരുണമായ ഒരു സംഭവത്തിനെതിരെ എല്ലാ പാർട്ടിക്കാരും ചേർന്ന് വലിയ സമരങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പരിഹാസതുല്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ദാവൂദിന്റെ ആദ്യം മുതലേയുള്ള ശൈലി. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവി പാനലിലെ ഏറ്റവും മുകളിലുള്ള ആളാണ്, ഹെഡാണ് ഈ പറയുന്ന ദാവൂദ് എന്ന് പറയുന്നത്. ദാവൂദ് സാബ് നമുക്ക് വിളിക്കും. പിന്നെ ഇദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചാർജുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഈ പറയുന്ന മീഡിയ വണ്ണിന്റെ ചാർജ് ഈ പ്രമോദ് രാമൻ എഡിറ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദാവൂദാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പലപ്പോഴും ഇവർ ഈ പറയുന്ന അടുപ്പുകൂട്ടി ചർച്ചയിലൂടെയൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ അങ്ങേയറ്റത്തെ വിഷമാണ് ഇവർ കുത്തിവെക്കുന്നത്. ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെല്ലാം ഇവർക്ക് മോശക്കാരാണ്. ഇപ്പം അത് KT ജലീലായിക്കോട്ടെ, നേരെ BJP-ക്കാരായിക്കോട്ടെ, ഇനിയിപ്പം ഈ കോൺഗ്രസിലെയോ ഇടതുപക്ഷത്തെയോ ആരോ ആയിക്കോട്ടെ, എല്ലാവരെയും ഇവർ ഈ രീതിയിലാണ് കാണുക. ഇപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണം
അതിലെ നെല്ലും പതിരും നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് അതിലെന്താണ് വേണ്ടത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു ആരോപണം വരുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും ഇവിടുത്തെ കോടതിയുമാണ്. എല്ലാത്തിനും മുകളിൽ സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിക്ക് മുമ്പിൽ തെളിവുകളുടെ കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കുകയും കോടതി അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ജനങ്ങളുടെ കയ്യിലേക്ക് ക്രമസമാധാനം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അതിന് കൃത്യമായ സംവിധാനങ്ങൾ നമുക്കുണ്ട്. ദാവൂദിന്റെ സങ്കടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ സങ്കടം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി ജമാഅത്തെ ഇസ്ലാമിയുടെ സങ്കടം, അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സങ്കടമാണല്ലോ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ടിനെതിരായിട്ടുള്ള തെളിവുകളും വാക്കുകളും പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ കഴിയുന്നു. ആ മണിക്കൂറുകൾ കഴിയുന്ന സമയത്തും ഇന്ത്യൻ തെരുവുകൾ പ്രക്ഷുബ്ധമാകേണ്ടതിന്റെ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ പ്രകടനങ്ങൾ നിരക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ ദുഃഖമാണ് തോന്നുന്നത്. ശരിക്കും അതൊരു കലാപ ആഹ്വാനമായിട്ട് കണക്കാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇന്ത്യയിലെ തെരുവുകൾ, ഈ കാര്യവുമായി ബന്ധപ്പെട്ട ആളുകൾ തെരുവിലിറങ്ങണം എന്നാണ് മീഡിയ വൺ പറയുന്നത്. നോക്കൂ, ഞാൻ പറയട്ടെ, നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതിനെ നിങ്ങൾ നിയമപ്രകാരം നേരിടുകയോ അതിന്റെ തെളിവുകൾ കൊണ്ടുപോവുകയോ ആ തെളിവുകൾ ബോധ്യപ്പെടുത്തേണ്ടടുത്ത് ബോധ്യപ്പെടുത്തുകയോ ചെയ്യുക എന്ന നിലപാടിൽ നിന്ന് മാറി ഇത്തരമൊരു കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തെരുവുകളിൽ നിങ്ങൾ നേരിടണമെന്നാണ് അവർ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തലവനായിട്ടുള്ള, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വിംഗ് തലവനായിട്ടുള്ള, ബുദ്ധിജീവികളുടെ ഹെഡായിട്ടുള്ള ദാവൂദിന്റെയും മീഡിയ വണ്ണിന്റെയും അതിലിരിക്കുന്ന മറ്റുള്ള ആളുകളുടെയും ഒക്കെ സങ്കടം എന്ന് പറയുന്നത് എത്രത്തോളമാണ്. ഇപ്പൊ കേരളത്തിൽ പോലും ഞാൻ പറയട്ടെ, ഇവരുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി തെരുവിൽ ഇറങ്ങിയോ? ഇല്ലല്ലോ, അവരിറങ്ങൂല. അവര് ബാക്കിയുള്ളവരെ ഇറക്കാനാണ് അവർക്ക് താല്പര്യം. കാരണം ഇവര് മുമ്പിട്ട് ഇറങ്ങിയാൽ ഇവരെ പിടിച്ചാത്തും, അത് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ മറ്റുള്ളവർ ഇറങ്ങി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂടി അങ്ങ് ഇറങ്ങാമല്ലോ. അതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും പിന്നെ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസിനെയും കൊണ്ട് ചുടുചോറ് വാരിക്കാനുള്ള ഇടപാടാണ് ഇപ്പം ഇത് പുറത്തു വന്നതിന് ശേഷം എന്താണ്, എന്തോ വലിയ സംഭവം ഉണ്ടാകുന്നു, ഇന്ത്യയിൽ ആകമാനം എന്തോ ഉണ്ടാകുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ത്യയിൽ ഒന്നും ഉണ്ടായില്ല. ഇന്ത്യയിലെന്നല്ല, കേരളത്തിലെ ചാനൽ, അതായത് വേടന് ജലദോഷം വന്നാൽ പോലും ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ചാനലുകളും ഇവിടുത്തെ സാംസ്കാരിക നായകരും ഒക്കെ ചേർന്ന് കുറച്ച് ബഹളം വെച്ചു എന്നല്ലാതെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ, ദേശീയ ചർച്ചയിലൊന്നും ഇത് ഒരു ദിവസത്തിനപ്പുറം നിന്നില്ല ഈ ചർച്ച എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വലിയ റാലി നടത്തി. അതിന്റെ ഒരു എത്രമാത്രം മീഡിയകൾ അത് സംപ്രേഷണം ചെയ്തു നോക്കിയാലും മതി അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവണമെങ്കിൽ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് 2039-40 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് SDPIയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആജീവനാന്ത ലക്ഷ്യം. അതാണ് അവരുടെ എന്ന് നമുക്കറിയാമായിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഈ പറയുന്ന എന്തിന്റെ മീഡിയ വണ്ണിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഇവരൊക്കെ എന്താണ്, ഈ നിറം മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരാൾക്ക് ഒരു നിറമാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു നിറമാണെന്നുള്ളൂ. എല്ലാത്തിന്റെയും മുറിച്ചു നോക്കിയ ഒരു സംഭവമാണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട്, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിന്റെ നെല്ലും പതിനും ഒക്കെ തിരിക്കാൻ നിന്നാൽ, ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് മഹാദേവ്പുരയിൽ ഒരു മുറിയിൽ 80 പേരുടെ വോട്ട് ലിസ്റ്റിൽ 80 പേരുടെ പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അന്വേഷിച്ചിട്ട് ഈ ഇന്ത്യ ടിവിയുടെ സംഘം അവിടെ പോയി. നമ്മുടെ കേരളത്തിലുള്ള കുറേ ചാനലുകൾ പോയിട്ടുണ്ട്, അവരൊന്നും യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യ ടിവിയുടെ ഒരു സംഘം അവിടെ പോയി. ഇന്ത്യ ടിവിയുടെ സംഘം അവിടെ പോയപ്പോൾ അവരോട് അതിന്റെ ആ കെട്ടിട ഉടമസ്ഥൻ പ്രതികരിച്ച കാര്യം എന്ന് പറയുന്നത്, ഇയാള് ഈ നമ്മുടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഈ തൊഴിലിന് കൊണ്ടുവരുന്ന ഏജന്റാണ് ഈ പറയുന്ന കക്ഷി. അപ്പോൾ ഓരോ ആളുകൾ വരുന്ന സമയത്തും ഇയാളുടെ അണ്ടറിൽ ഏകദേശം 1 വർഷത്തിനിടയ്ക്ക് നിൽക്കും. അങ്ങനെ 1 വർഷത്തിനടുത്ത് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഓരോ ആള് വരുന്നപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു അഡ്രസ്സ് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ അഡ്രസ്സ് കിട്ടേണ്ട അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ അഡ്രസ്സിൽ അവർക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇലക്ഷൻ ID കാർഡ് കൊടുക്കും. അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ നിങ്ങൾ പെരുമ്പാവൂരിൽ വന്ന് നിൽക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് തീർത്ത് ഇവിടെ താമസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ ID കാർഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുക്കുന്നത്? CIT ആണ് കൊടുക്കുന്നത്. അതിൽ പലരും കേരളത്തിൽ ഉണ്ടാവാറില്ല. പലരും അങ്ങ് പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും. പക്ഷെ അവിടെ അതിപ്പോ അതിഥി തൊഴിലാളികളൊന്നല്ല, ഇപ്പൊ റെന്റിന് താമസിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാനും താമസിച്ചിട്ടുണ്ട് റെന്റിന്, പൂജപ്പുരയിൽ റെന്റിന് താമസിച്ചിട്ടുണ്ട്. എന്റെ ആധാറിലെല്ലാം ഉള്ളത്, ഞാൻ ആധാർ എടുക്കുമ്പോൾ ആ അഡ്രസ് ആണുള്ളത്. അപ്പൊ എന്റെ ആധാർ എപ്പോഴും ആ അഡ്രസ്സിൽ തന്നെയാണുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വീട് മാറി പോകുന്നു. അപ്പം അടുത്ത് വേറൊരു ടീം വരുന്നു. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ആ അഡ്രസ്സ് ഉപയോഗിച്ച് റെന്റൽ അഗ്രിമെന്റ് കാണിച്ചാൽ നമുക്ക് ആ
ബാക്കി കാര്യങ്ങളും ലഭിക്കും. അപ്പൊ ഗ്യാസ് എടുക്കുന്നതിന് അത് ഉപകരിക്കും, ആധാർ എടുക്കാനായാലും ശരി പറ്റും. അപ്പൊ ആ ഒരു അഡ്രസ്സിൽ ചിലപ്പോൾ ഒന്നിലധികം താമസക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ല, അതിൽ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ ഒരുപാട് തൊഴിലാളികളെ ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. ആ തൊഴിലാളികളെല്ലാം വരുമ്പോൾ അവർ താമസിക്കുന്ന ആ രീതിയിൽ അവർക്ക് അവിടുത്തെ പിന്നെ വോട്ടേഴ്സ് ഐ ഡിയിൽ അവർ പേര് ചേർത്ത് കൊടുക്കാറുണ്ട്. ആ വോട്ടേഴ്സ് ഐ ഡി കൊണ്ടാണ് ഇവർ പോവുക. പിന്നീട് അവർ വേറെ എവിടെയെങ്കിലും അവിടെ നിന്ന് പേര് അവർ മാറ്റും. അങ്ങനെയാണ് സ്വാഭാവികമായി സംഭവിക്കാറ്. പിന്നെ ഈ അതിഥി തൊഴിലാളികൾക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചിന്തയൊന്നുമില്ല. അവർ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവരുടെ പേര് കൊടുക്കും. ആ ഒറ്റ വോട്ടർ പട്ടികയും കൊണ്ട് ഇവർ ഇങ്ങനെ കറങ്ങും. വോട്ടർ പട്ടികയല്ല, വോട്ടേഴ്സ് ലിസ്റ്റിന്റെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ, അതും കൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങലാണ് ഇവരുടെ പരിപാടി. അപ്പൊ അങ്ങനെ 80 പേരുടെ പേരുണ്ട് എന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞത് 80 ആയിരിക്കില്ല, അതിൽ കൂടുതലുണ്ടാവും. കാര്യം എന്റെ അടുത്ത് വരുന്ന ഈ പറഞ്ഞ തൊഴിലാളികൾക്കെല്ലാം തന്നെ സർക്കാരിന്റെ നിബന്ധന പ്രകാരം എന്ത് വേണം? ഈ പറഞ്ഞ വോട്ടർ ഐ ഡി കാർഡ് വേണം. അപ്പൊ അത് ആദ്യമായിട്ട് വരുന്ന തൊഴിലിന് വരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്നാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അതിൽ ഈ 80 പേരും അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്? അതെ. അപ്പൊ അദ്ദേഹം പറയുന്നത് ആ 80 പേരും അവിടെ വോട്ട് ചെയ്തോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് പരിശോധിക്കപ്പെടണം. അതുപോലെ തന്നെ അടുത്തൊരു സെന്ററിലേക്ക് പോകുമ്പോൾ ആ അഡ്രസ് ഉപയോഗിക്കില്ലേ? അതായത് അടുത്ത് പോകുന്ന അല്ല, ചില ആളുകൾ ഇതേ വോട്ടർ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് പോകും. ഒന്ന്, ചില ആളുകൾ വോട്ടേ ചെയ്യാൻ പോകാറില്ല. ചില ആളുകൾ ഇത് മാറ്റിയിട്ട് വേറെ അടുത്ത സെന്ററിൽ എത്തുമ്പോൾ അവിടെയുള്ള പേര് ചേർക്കും. പക്ഷെ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അദ്ദേഹം പറയുന്നു, മാത്രവുമല്ല ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ഇന്ത്യ ടിവിയുടെ മുന്നിൽ ഇയാൾ വെളിപ്പെടുത്തിയത് ഞാനൊരു കോൺഗ്രസ് അനുഭാവി എന്നാണ്. മനസ്സിലാക്കണം. അപ്പം രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അറിയാമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഈ പെരുമ്പാവൂരിൽ തന്നെ എത്രയധികം ആളുകൾക്ക് ഈ പറയുന്ന പോലെ വോട്ടേഴ്സ് ഐ ഡി കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇവരൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് 80 ആളുകൾ വോട്ടർ ഐ ഡി കടന്നുകൂടി എന്നുള്ളതല്ല നോക്കേണ്ടത്. ഈ 80 ആളുകളും അവിടെ വോട്ട് ചെയ്തോ, കള്ള വോട്ട് അവിടെ ഉണ്ടായോ, ഇതാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. പക്ഷെ അത് കൊടുക്കുന്നില്ല. രേഖാമൂലം പരാതി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ, ഹൈക്കോടതിയിൽ പോവാതെ, സുപ്രീം കോടതിയിൽ പോവാതെ മുങ്ങി നടക്കുക. ഇനി ഒരു കാര്യം കൂടി ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് യു പിയില് ഒരു പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ യു പിയിലും അദ്ദേഹത്തിന് പിന്നെ എന്താണ് പേരുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് ബാംഗ്ലൂരുവിലുണ്ട്, മുംബൈയിലുണ്ട് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ കൃത്യമായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ജനിച്ചത് യു പിയിലാണ്, അവിടെ നിന്ന് എൻ്റെ കുടുംബം താമസം മാറി. എൻ്റെ കുടുംബം താമസം മാറിയ സമയത്ത് ഞാൻ ബോംബെയിലാണ് ജീവിച്ചത്. ബോംബെയിൽ ജീവിച്ചപ്പോൾ അവിടെ ഞാൻ എൻ്റെ എന്ത് ചേർത്തു, ഈ വോട്ടർ ഐ ഡിയിൽ പേര് ചേർത്തു. വോട്ടർ ഐ ഡിയിൽ പേര് ചേർത്തതിന് ശേഷം ഞാൻ അവിടുത്തെ താമസം മാറിയിട്ട് ബാംഗ്ലൂരുവിൽ, അതായത് കർണാടകയിൽ ഒരുപാട് കാലം താമസിക്കേണ്ടി വന്നു. ആ സമയം ഞാൻ അവിടത്തേക്ക് പേര് മാറ്റിച്ചു. പേര് മാറ്റിയിട്ട് അവിടെ വോട്ട് ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ഇവിടെയും അവിടെയും ഉണ്ടായിരുന്നു. അതായത് വോട്ടർ പട്ടികയിൽ കിടന്നിരുന്നു. അത് സത്യമാണ്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞ സത്യമാണ്. പക്ഷെ അദ്ദേഹം വേറെ എവിടെയും വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിലേ വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ പിന്നീട് തിരിച്ച് എന്റെ യു പിയിലെ ഗ്രാമത്തിലെത്തിയപ്പോൾ ഇവിടേക്ക് മാറ്റി. അത് സ്വാഭാവികം. അങ്ങനെ ഇവിടേക്ക് മാറ്റി. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ തന്നെ ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നത്, ഡാറ്റാ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ ആ പേര് ഇപ്പൊ തന്നെ കേരളത്തിൽ ഭർത്താവിന്റെ വീട്ടിലും വോട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ സ്വന്തം വീട്ടിലും വോട്ടുള്ള ആളുകളുണ്ട്. ആ സമയത്താണ് യു പിയിലെ കാര്യം പറയുന്നത്. യു പിയിൽ അദ്ദേഹം പോയപ്പോൾ അവിടെ വോട്ട് ചേർത്തു. ഇദ്ദേഹം പോയിട്ട് ബാംഗ്ലൂർ പോയി വോട്ട് ചെയ്തില്ല, ഇവിടെ പിന്നെ മുംബൈയിലും പോയി വോട്ട് ചെയ്തില്ല. ഈ പറയുന്ന എവിടെയാണ് വോട്ട് ചെയ്തത്? ഉത്തർപ്രദേശിലാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഉള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് കള്ളത്തരമാണെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക്, നിയമപ്രകാരം കുറ്റം നടന്നു എന്നതിലേക്ക് പോകുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. എന്തായാലും ദാവൂദിന്റെ ഒക്കെ കരച്ചിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഒരു കലാപം ഉണ്ടാകണം, ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകണം, നരേന്ദ്രമോദിയെ വലിച്ച് താഴെയിടണം എന്നൊക്കെയാണ് ഇവരെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത്. അതങ്ങ് എന്താണ് കൊത്തായത്തിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയല്ലോ നമ്മള്. ആ രീതിയിൽ ട്രംപ് നികുതി കൂട്ടിയപ്പോൾ, ഇറക്കുമതി തീരുവ കൂട്ടിയപ്പോൾ തന്നെ ഇവിടെ ഇതുവരെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ താഴേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് പറഞ്ഞിരുന്ന എല്ലാവരും തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇന്ത്യ സാമ്പത്തിക സ്ഥിതിയിൽ 5ാമതെത്തി ലോകരാജ്യങ്ങളിൽ എന്ന് വാഴ്ത്തിപ്പാടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത്. തീർച്ചയായും.